അന്നത്തെ കാലത്ത് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അന്ന് ഹിറ്റ് പാട്ടെന്ന് പറഞ്ഞാൽ സലിൽ ചൗധരിയുടെ ആയില്യം പാടത്തെ പെണ്ണേ അണിയറ മണിയറ ആ റെക്കോർഡാണ് ഇടുന്നത്. അപ്പൊ ആ റെക്കോർഡിന്റെ കൂടെ ഈ നെഞ്ചെടുപ്പും കൂടെ അതിങ്ങനെ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ റെക്കോർഡ് കേൾക്കും. അപ്പൊ തന്നെ മുഖമൊക്കെ അങ്ങ് തകർന്നു. ദൈവമേ എന്താവും ഇന്നത്തെ സ്ഥിതി. കാര്യം ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഒരു മിമിക്രി മത്സരം, അന്നും മിമിക്രി വേണ്ട മോണോ ആക്ട് ആണെന്ന് പറഞ്ഞിട്ട് മോണോ ആക്ട് മത്സരം എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ നടക്കുക. അവിടെ ചെന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് തീർന്നത്. അത്രമാത്രം പാർട്ടിസിപ്പൻസ്. അപ്പോൾ അവിടെ പാരൽ കോളേജിലും അവിടെ പഠിക്കുന്നവർക്കും ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞൊരു സമരം. കോളേജ് ഫൈൻ ആർട്സ് ഹാൾ ഇവർ ജാഥയായിട്ട് വന്നിട്ട് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. നമ്മളവിടെ നിന്നിട്ട് ജഡ്ജസിന്റെ മുമ്പിൽ നിന്ന് പ്രോഗ്രാം തുടങ്ങുമ്പം ഭയങ്കരമായ മുദ്രാവാക്യവും കൂവലും. ജഡ്ജസിന് നമ്മൾ പറയുന്ന കേട്ടെങ്കിലല്ലേ ഉള്ളൂ. അന്നൊക്കെ ഞാൻ തകർന്നുപോയി. എന്നെ പോലെ ഒരുപാട് ആൾക്കാർ തകർന്നുപോയി. അതൊക്കെയാണ് നമ്മുടെ അനുഭവം. ആ തിരിഞ്ഞു നോക്കുമ്പം അത്രയും ബഹളത്തിനെ അതിജീവിച്ച് എനിക്ക് പറയാൻ കഴിഞ്ഞല്ലോ. എനിക്കത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ സമ്മാനം കിട്ടിയില്ല. അങ്ങനെ ആ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ചെന്നാലും ഇനി ഏതൊക്കെ ബഹളം ഉണ്ടായാലും എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും അവൻ്റെ മുകളിൽ നെഞ്ചത്ത് തറയ്ക്കുന്നതിനകത്ത് പറയാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ്. അങ്ങനെയുള്ള മോശപ്പെട്ട രീതിയിലൂടെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ രാഗി സ്വർണം പുറത്തു വരുന്നത്. അതെ. പിന്നെ ഈ കൊല്ലത്തിന്റെ ഏറ്റവും നാടകം അല്ലേ? നാടകം എന്ന് വെച്ചാൽ കൊല്ലം. അച്ഛൻ്റെ ഉൾപ്പെടെ നമ്മൾ ഓർമ്മയിലെടുക്കാം. നാടകം എന്ന് കേട്ടാൽ അന്നൊക്കെ നമ്മളൊക്കെ ഉത്സവപ്പറമ്പിൽ കൊല്ലത്തിന്റെ ഒരു ബാനറില്ല നാടകമില്ല. ഏറ്റവും കൂടുതൽ നാടക കലാകാരന്മാരുള്ള സ്ഥലം കൂടിയാണ്. അച്ഛൻ്റെ ഓർമ്മകളിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ്. അത്തരം ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? നാടക മത്സരത്തിൽ ഞാൻ സജീവമായി പങ്കെടുക്കുമായിരുന്നു. അത് കലോത്സവങ്ങളിൽ മാത്രമല്ല, പുറത്തുള്ള മത്സരങ്ങളിൽ ഞാൻ പോകുമായിരുന്നു. ഒരുപാട് സന്ദർഭങ്ങളിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ 5 കൊല്ലവും ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു. പക്ഷെ ഓരോ മത്സരവും ഓരോ അനുഭവങ്ങളാണ്. അപ്പം അന്ന് നമ്മൾ ഈ പൈസ ഇല്ലല്ലോ, സാമ്പത്തികം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. നമ്മൾ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് വണ്ടിക്കൂലി തരും, നാടകം കളിച്ചോണ്ട്. അപ്പം ഇവരെ സംഘടിപ്പിക്കുക, റിഹേഴ്സൽ എടുക്കുക, പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുക, മേക്കപ്പ് ഉണ്ടാക്കുക, സംഗീതം ഉണ്ടാക്കുക, റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ടാക്കുക. ഭയങ്കര ഭീമമായ തുക അന്നത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഞാൻ ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് നാടക മത്സരങ്ങൾ കുതിച്ചുപോയി. ആ രക്ഷകർത്താക്കളും അധ്യാപകരും ആ നാട്ടുകാരും ഓരോ നാടകത്തിൻ്റെ പിന്നിലും പ്രവർത്തിച്ച പ്രവർത്തനം. ഒരു നാടകത്തിനകത്തൊക്കെ ഒരു ചെറിയ പ്രോപ്പർട്ടി എന്തിനവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യ ഭംഗിയാണ്. പ്രോപ്പർട്ടീസ് മാറുന്നു, കാട് മലയാകുന്നു, മല വീടാകുന്നു. ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് അഭിനയിക്കുന്നവർ തന്നെ. അതൊക്കെ സംവിധായകൻ്റെ ബ്രില്യൻസാണ്. ഇങ്ങനെയൊക്കെ ഒരു സംവിധായകനെയും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തിക ഭദ്രതയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതെല്ലാം തട്ടിക്കൂട്ടല്ലേ, വേറെ ഒരു മാർഗവും ഇല്ല. മ്യൂസിക്കിന് മ്യൂസിക് ഇവിടെ, പിന്നെ അഭിനയത്തിന് അഭിനയം, മേക്കപ്പിന് മേക്കപ്പ്, പ്രോപ്പർട്ടീസിന് പ്രോപ്പർട്ടി. എന്താ വേണം? ഒരു പ്രൊഫഷണൽ നാടകത്തിനേക്കാൾ പ്രൊഫഷണലായിട്ട് കുട്ടികൾ വന്ന് ഗംഭീരമായി അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നാടകമായിരിക്കും ഞാൻ പറയുന്നത് ഈ കലോത്സവം കൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡും വ്യത്യാസവും വന്നിരിക്കുന്ന ഒരു കല നാടകം തന്നെയായിരിക്കും. അതെ. ഏറ്റവും കൂടുതൽ ചെലവേറിയ ഇനവും നാടകമാണ്. നാടകവും ഗ്രൂപ്പ് ഡാൻസും ഏറ്റവും ചെലവ്. മ്യൂസിക്കിനൊക്കെ ഭയങ്കര എമൗണ്ടാണെന്നാണ് ഞാൻ കുറച്ച് കുട്ടികളോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. മ്യൂസിക്കിനൊക്കെ ഭയങ്കര എമൗണ്ടാണ്. പക്ഷെ അത്ര ക്വാളിറ്റിയാണ് നാടകത്തിനൊക്കെ ഉള്ളത് അല്ലേ? അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ.